ഹലോ CPAs. അപ്പോൾ എല്ലാവർക്കും ബോൺസ് പാർട്ട് 1 നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവും, എല്ലാം പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്തിട്ടുണ്ടാവും എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബോൺസ് പാർട്ട് 2 പോകാം. ഇന്ന് ഞാനത് ചെയ്യുന്ന സമയത്ത് ഞാൻ ടെക്സ്റ്റ് ഒന്നും എടുക്കുന്നില്ല. ഞാൻ പ്യുവർലി എൻ്റെ നോട്ട്സും കുറച്ച് പേപ്പേഴ്സ് എടുത്തിട്ടുണ്ട്. സോ ദാറ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും നമുക്ക് എഴുതണമെങ്കിൽ ഞാൻ ഇതിലായിരിക്കും എഴുതി കാണിക്കുന്നത്. നോട്ട്സ് നിങ്ങൾക്ക് ഈ നോക്കിയെടുക്കാം. ഓക്കെ, ടെക്സ്റ്റ് യൂസ് ചെയ്യാത്ത കാരണം എന്ന് വെച്ചാൽ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും കോപ്പിറൈറ്റ് ഇഷ്യൂസ് അടിച്ചാലോ, അതുകൊണ്ട് തൽക്കാലം ഞാൻ ടെക്സ്റ്റ് യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട്. ബോൺസ് പാർട്ട് 2 നമുക്ക് വരണമെന്ന് വെച്ചാൽ 4 മെയിൻ ടോപ്പിക്സാണ് കേട്ടോ. ഇതിൽ ഫസ്റ്റ് വരുന്നത് ബോണ്ട് അമോർട്ടൈസേഷൻ മെത്തേഡ്. ബോണ്ട് അമോർട്ടൈസേഷൻ മെത്തേഡ്, ബോണ്ട് റെക്കോർഡ് ചെയ്യുന്ന മെത്തേഡ്, അത്രയേ ഉള്ളൂ എൻ്റെ അർത്ഥം. ഓക്കെ, ഈ അമോർട്ടൈസേഷൻ എന്നൊക്കെ കേൾക്കുമ്പോൾ ആരും പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അമോർട്ടൈസേഷൻ മീൻസ് ജസ്റ്റ് റെക്കോർഡിംഗ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ബോണ്ട് അമോർട്ടൈസേഷൻ മെത്തേഡ്സിനകത്ത് നമ്മൾ ഫസ്റ്റ് വരുന്നത് അമോർട്ടൈസേഷൻ പീരീഡ്. അമോർട്ടൈസേഷൻ പീരീഡ് എന്താണ് അത്രമാത്രം അല്ല അറിഞ്ഞിരുന്നാൽ മതി. പിന്നെ നമുക്ക് 2 മെത്തേഡ്സ് ഉണ്ട്, സ്ട്രേറ്റ് ലൈൻ മെത്തേഡും എഫക്റ്റീവ് ഇൻട്രസ്റ്റ് മെത്തേഡ്. ഇതാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇനി എഫക്റ്റീവ് ഇൻട്രസ്റ്റ് മെത്തേഡിന് അകത്ത് തന്നെ നമുക്ക് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ ഇതെല്ലാം വരും. ഈ ഇൻട്രസ്റ്റ് എക്സ്പെൻസ് എന്താണെന്ന് പറഞ്ഞു വരും, ഡിസ്കൗണ്ട് ആൻഡ് പ്രീമിയം അമോർട്ടൈസേഷൻ എന്താണെന്ന് പറഞ്ഞു വരും, ബോണ്ട് അമോർട്ടൈസേഷൻ ഇൻക്ലൂഡിങ് ബോണ്ട് ഇഷ്യൂവൻസ് കോസ്റ്റ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന നമ്മുടെ പ്രോബ്ലംസിനകത്ത് വരും. പ്രോബ്ലം ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. നെക്സ്റ്റ് നമുക്ക് വരുന്നത് ബോണ്ട് ഇഷ്യൂഡ് ബിറ്റ്വീൻ ഇൻട്രസ്റ്റ് ഡേറ്റ്സ്, ഇയർ ആൻഡ് ഇൻട്രസ്റ്റ് അക്രൂവൽ, ഡിസ്ക്ലോഷർ റിക്വയർമെൻറ്റ്സ്. ഇങ്ങനെ 4 ടോപ്പിക്സാണ് നമുക്കിതിനകത്ത് വരുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് ബോണ്ട് അമോർട്ടൈസേഷൻ മെത്തേഡ്. അതിനകത്ത് വരുന്നതാണ് ഫസ്റ്റ് ടോപ്പിക് അമോർട്ടൈസേഷൻ പീരീഡ്. Under US GAAP, the period which to amortize or record, okay, a bond premium or discount and bond issuance cost is under the period that the bond are outstanding from the date the bonds are sold. അത് വേറെ ഒന്നുമല്ല, അണ്ടർ US GAAP നമ്മൾ എപ്പോഴാണ് ഈ ബോണ്ട് പ്രീമിയം അല്ലെങ്കിൽ ബോണ്ട് ഡിസ്കൗണ്ട്, ബോണ്ട് ഇഷ്യൂസ് കോസ്റ്റൊക്കെ നമ്മൾ എപ്പോഴാണ് റെക്കോർഡ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഏത് സമയം തൊട്ടാണോ ആ ബോണ്ട്സ് ഔട്ട്സ്റ്റാൻഡിങ് ആവണേ, അല്ലെങ്കിൽ ഫ്രം ദ ഡേ ദ ബോണ്ട്സ് ആർ സോൾഡ്, നമ്മൾ എപ്പോഴാണോ ആ ബോണ്ട് സെല്ല് ചെയ്യുന്നത് ആ ടൈം തൊട്ട് മാത്രമേ നമ്മൾ അതിനെ റെക്കോർഡിങ് നമ്മൾ ചെയ്യത്തുള്ളൂ. ഇത്രയുള്ള അതിൻ്റെ മീനിങ്. ജസ്റ്റ് ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമുക്കൊരു ബോണ്ടുണ്ട്. ആ ബോണ്ടിൻ്റെ അകത്തിരിക്കുന്ന ഡേറ്റ് ചിലപ്പോൾ ജാനുവരി ആയിരിക്കും. ഓക്കെ, പക്ഷേ നമ്മൾ ആ ബോണ്ട് ചിലപ്പോൾ സെല്ല് ചെയ്യുന്നത് നവംബറിലായിരിക്കും. ഓക്കെ, നവംബറിലായിരിക്കും നമ്മളത് സെല്ല് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മളെപ്പോഴും അതിൻ്റെ പീരിയഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് നവംബർ മുതലായിരിക്കും. ഒരിക്കലും ജാനുവരി മുതൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വരത്തില്ല. അപ്പോൾ എന്ന് മുതലാണോ, ഇപ്പോൾ ബോണ്ടിൻ്റെ പുറത്ത് ഏത് ഡേറ്റ് ആണെങ്കിലും കുഴപ്പമില്ല, എന്നാണോ ആ ബോണ്ട് നമ്മൾ സെല്ല് ചെയ്യുന്നത് അന്ന് മുതൽ വരുന്ന കോസ്റ്റുകളായിരിക്കും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് വരുന്ന സ്ട്രേറ്റ് ലൈൻ മെത്തേഡിനകത്ത് ബോണ്ട് ഡിസ്കൗണ്ട് അമോർട്ടൈസേഷൻ. ഇതിപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇതൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്, അതാണ് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത്. ടു അമോർട്ടൈസ്, അതായത് ടു റെക്കോർഡ് എ ഡിസ്കൗണ്ട്, പ്രീമിയം ഓർ ബോണ്ട് ഇഷ്യൂവൻസ് കോസ്റ്റ് യൂസിങ് SLM. ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് അൺഅമോർട്ടൈസ്ഡ് ഡിസ്കൗണ്ട് ഓർ പ്രീമിയം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പീരിയഡ് ദ ബോണ്ട്സ് ആർ ഔട്ട്സ്റ്റാൻഡിങ് ഈസ് ഈക്വൽ ടു പീരിയഡ് അമോർട്ടൈസേഷൻ. ഇതൊക്കെ ഞാൻ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ജസ്റ്റ് നിങ്ങൾ നോട്ട്സ് മാത്രം ഇതൊന്ന് നോക്കിയേക്ക്. പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഈ കാര്യങ്ങൾ ഫുള്ള് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഞാൻ നോട്ട്സ് ജസ്റ്റ് പറഞ്ഞു പോകാം. ഇഫ് അറ്റ് ഓൾ നിങ്ങൾ എഴുതിയെടുക്കുകയാണെങ്കിൽ എഴുതിയെടുത്തോ. ഓക്കെ, അപ്പോൾ ദ റിസൾട്ട് ഈസ് എ കോൺസ്റ്റൻറ്റ് ഡോളർ എമൗണ്ട് ഓർ ഇൻട്രസ്റ്റ് എക്സ്പെൻസ് ഈച്ച് പീരിയഡ്. അതായത് നമ്മൾ ഈ സ്ട്രേറ്റ് ലൈൻ മെത്തേഡിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് എപ്പോഴും നമ്മുടെ ഇൻട്രസ്റ്റ് എക്സ്പെൻസും അതേപോലെ നമ്മുടെ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റും കോൺസ്റ്റൻ്റ് ആയിരിക്കും. വാല്യൂ ഇസ് ഈക്വൽ ടു ഫേസ് വാല്യൂ ഇൻറ്റു കൂപ്പൺ ബൈ 2 ഈസ് എ പീരിയോഡിക് പേയ്മെൻറ്റ്. പീരിയോഡിക് പേയ്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ അമോർട്ടൈസ് ചെയ്യുന്ന ഡിസ്കൗണ്ട് ആണെങ്കിൽ നമ്മളത് ആഡ് ചെയ്യും, പ്രീമിയം ആണ് നമ്മൾ അമോർട്ടൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളത് മൈനസ് ചെയ്യും. അപ്പോഴാണ് നമുക്ക് ഇൻട്രസ്റ്റ് എക്സ്പെൻസ് കിട്ടുന്നത്. സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് ഇസ് നോട്ട് അലൗഡ് അണ്ടർ US GAAP, ബട്ട് ഇറ്റ് ഈസ് അലൗഡ് ഇഫ് ദ റിസൾട്ട്സ് ആർ നോട്ട് മെറ്റീരിയലി ഡിഫറെൻറ്റ് ഫ്രം ദ എഫക്റ്റീവ് ഇൻട്രസ്റ്റ് മെത്തേഡ്. US GAAP കൂടുതലും സപ്പോർട്ട് ചെയ്യുന്നത് എഫക്റ്റീവ് ഇൻട്രസ്റ്റ് മെത്തേഡാണ് വെൻ കമ്പയർ ടു നമ്മുടെ SLM മെത്തേഡ്. ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു എക്സാമ്പിൾ വെച്ച് നോക്കാം. ഈ എക്സാമ്പിൾ നമ്മൾ ഓൾറെഡി ബോണ്ട് പാർട്ട് 1 ചെയ്തിട്ടുണ്ടായിരുന്നു.
ഇതേ എക്സാമ്പിൾ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഇനിയിപ്പോൾ സ്ട്രേറ്റ് ലൈൻ മെത്തേഡും കൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ബോണ്ട്സ് എത്ര ബോണ്ട്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്? ഓക്കെ, നമ്മൾ 10 lakh ബോണ്ട്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂപ്പൺ റേറ്റ് എന്ന് പറയുന്നത് 10%. പിന്നെ അത് ഡ്യൂ ആകുന്നത് ഫോർ 5 years ആൻഡ് ദ ഇൻട്രസ്റ്റ് ഇസ് പെയ്ഡ് ട്വൈസ്. അതായത് സെമി ആനുവലി ആണ് നമ്മൾ ഇൻട്രസ്റ്റ് പേ ചെയ്യണം. മാർക്കറ്റ് റേറ്റ് നമുക്ക് തന്നേക്കുന്നത് 12%. ഇത്രയും സംഭവമുണ്ട്. ഇത് നമുക്ക് ഓൾറെഡി നമ്മുടെ ക്വസ്റ്റ്യനിൽ ഈ സംഭവം ഉണ്ടാവും. നമുക്ക് ഈസി കാൽക്കുലേഷന് വേണ്ടിയിട്ട് ഒന്നെങ്കിൽ ഇതുണ്ടാകും, അല്ലെങ്കിൽ ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ കിട്ടുന്ന ക്യാരിയിങ് വാല്യൂ അത് അവർ തന്നിട്ടുണ്ടാവും. സോ ഇവിടെ ഇപ്പോൾ ഞാൻ ഈ രണ്ടും ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ കഴിഞ്ഞ പ്രോബ്ലം നമ്മൾ ചെയ്ത പോലെ തന്നെ നമുക്കിതങ്ങ് ചെയ്തു പോകാം പെട്ടെന്നൊന്നും. അപ്പോൾ ലെറ്റ് സ്റ്റാർട്ട്. ഇപ്പോൾ നമുക്ക് ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് ഇൻട്രസ്റ്റ് ഡ്യൂ ഇൻ 5 years കേട്ടോ. ആൻഡ് ഇറ്റ് ഈസ് സെമി ആനുവൽ പേയ്മെൻറ്റ്. അപ്പം നമുക്ക് 5 years എന്ന് പറയുമ്പോൾ എത്ര പീരിയഡ്സ് വരും? 2 പ്രാവശ്യം നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്നു. ഇറ്റ് ഈസ് ലൈക്ക് 10 periods. അതേപോലെ അപ്പോൾ ഇതെല്ലാം പാതി പാതിയാവും. കൂപ്പൺ റേറ്റ് 10% ആണെങ്കിൽ നമുക്കത് 5% ആവും. മാർക്കറ്റ് റേറ്റ് 12% ആണെങ്കിൽ നമുക്കത് 6% ആവും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഫസ്റ്റ് ചെയ്ത് വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നോക്കേണ്ടത് ഇത് ഇനി പ്രീമിയം ആണോ ഡിസ്കൗണ്ട് ആണോ നമ്മൾ അറിയണം. അപ്പോൾ നമ്മൾ ടേബിൾ എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവുള്ളൂ. ടേബിളിൽ നമ്മൾ എന്താ പഠിച്ചത്? ഇഫ് ദ മാർക്കറ്റ് റേറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ദ കൂപ്പൺ റേറ്റ് ഇറ്റ് ഈസ് ഇഷ്യൂഡ് ഓൺ എ ഡിസ്കൗണ്ട്. ഓക്കെ, സോ തൽക്കാലം ഡിസ്കൗണ്ട് എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്തായിരുന്നു? ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ. ഇൻട്രസ്റ്റ് നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ആർക്കെങ്കിലും ഒന്ന് ഓർത്തെടുക്കാൻ പറ്റുമോ? ഓക്കെ, അതായത് നമ്മുടെ ബോണ്ട് എമൗണ്ട്, 1 second, ഈക്വൽ ടു നമ്മുടെ ബോണ്ട് എമൗണ്ട് ഇൻടു നമ്മുടെ കൂപ്പൺ റേറ്റ്. അതാണ് നമ്മുടെ ഇൻട്രസ്റ്റ് വരുന്നത്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മുടെ PVAF കാൽക്കുലേറ്റ് ചെയ്യാം. അത് വരുന്നത് ഈക്വൽ ടു നമ്മുടെ 50,000 ഇൻറ്റു ഈ എമൗണ്ട് 7.36 ഫോർ 10 periods. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്ന ഏതാണ്? PVF, പ്രസൻറ്റ് വാല്യൂ കാൽക്കുലേഷൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. ഓക്കെ, അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മുടെ ബോണ്ട്സിൻ്റെ എമൗണ്ട്, ബോണ്ട്സിൻ്റെ എമൗണ്ട് ബോണ്ട്സ് തമ്മിലുള്ള നമ്പർ ഓഫ് ബോണ്ട്സ് ഇൻറ്റു നമ്മുടെ ഈ എമൗണ്ട്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ നെറ്റ് ക്യാരിയിങ് വാല്യൂ ഈസ് ഈക്വൽ ടു, അപ്പോൾ നമ്മുടെ നെറ്റ് ക്യാരിയിങ് വാല്യൂ ഈസ് ഈക്വൽ ടു ഇൻട്രസ്റ്റ് പ്ലസ് പ്രിൻസിപ്പൽ. അങ്ങനെയല്ല നമ്മൾ പഠിച്ചത്. അപ്പോൾ ഈ കിടക്കുന്നതാണ് നമ്മുടെ ഇൻട്രസ്റ്റ് എമൗണ്ടും ഈ കിടക്കുന്നതാണ് നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട്. ഓക്കെ, സോ നെറ്റ് carrying value is equal to നമ്മുടെ ഇൻട്രസ്റ്റ് പ്ലസ് നമ്മുടെ പ്രിൻസിപ്പൽ. സോ നമുക്ക് നമ്മുടെ ഡിസ്കൗണ്ട് ആയിട്ടുള്ള നെറ്റ് ക്യാരിയിങ് വാല്യൂ കിട്ടി. ഇനി ഈ എമൗണ്ട് കൊണ്ടാണ് നമ്മൾ നമ്മുടെ എന്താ ചെയ്യുന്നത്? നമ്മുടെ ടേബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഈ എമൗണ്ട് വെച്ചിട്ടായിരിക്കും. മോസ്റ്റ്ലി ഇങ്ങനത്തെ സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് ആണെങ്കിൽ എഫക്റ്റീവ് ഇൻട്രസ്റ്റ് മെത്തേഡ് ആണെങ്കിലും ഈ ഒരു എമൗണ്ട് അവർ ഒന്നെങ്കിൽ തന്നിട്ടുണ്ടാകും, അല്ല എങ്കിൽ അവർ ഇത്രയും നമുക്ക് ഇൻഫർമേഷൻ തരും. ഈ ഇൻഫർമേഷൻ വെച്ചിട്ട് നമ്മൾ ഈ എമൗണ്ട് ഡിറൈവ് ചെയ്തെടുക്കേണ്ടി വരും. മോസ്റ്റ്ലി ഇപ്പോൾ MCQ ഒക്കെ ആണെങ്കിൽ ഈ എമൗണ്ട് അവർ തരും. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ MCQ ആണെങ്കിൽ ഇത്ര പോർഷൻ മാത്രമേ ക്വസ്റ്റ്യനിൽ കാണത്തുള്ളൂ, താഴോട്ട് വരത്തില്ല. ഈ താഴോട്ട് അവർ ചോദിക്കുവാണെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളതാണ് ഞാൻ പറയുന്നത്. മോസ്റ്റ്ലി MCQയിൽ ഇത്രയേ വരത്തുള്ളൂ. എനിക്ക് നമ്മൾ TBS ചെയ്യുവാണെങ്കിലും അതിനകത്ത് മോസ്റ്റ് ഓഫ് ദ ചില കാര്യങ്ങളൊക്കെ ഓൾറെഡി അവർ തന്നെ കമ്പ്യൂട്ടർ ജനറേറ്റഡ് ആയിട്ട് അതിനകത്ത് തന്നെ ഉണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്ന ടേബിൾ മാത്രം നിങ്ങൾ നോക്കി വെച്ചിരുന്നാൽ മതി. അപ്പോൾ ഈ ടേബിൾ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാം ടൈമിൽ അവിടുത്തെ എക്സലിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടായിട്ടൊക്കെ എങ്ങാനും ഫീൽ ചെയ്യാൻ ചാൻസ് ഇല്ല. കാരണം ഏറ്റവും സിമ്പിളായിട്ട് എങ്ങനെ പറഞ്ഞു തരാൻ പറ്റും അങ്ങനെയാണ് ഞാൻ തന്നേക്കുന്നത്. അപ്പം ഇത്തിരി ടഫായിട്ട് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ നിങ്ങളുടെ ലാപ്ടോപ്പിൽ നിങ്ങൾ ഇതുപോലെ ടൈപ്പ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിരുന്നാൽ മതി.
പഠിക്കാം. ഒരു 3-4 പ്രാവശ്യം നിങ്ങൾ ഇതുപോലെ ചെയ്ത് പഠിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എക്സാമിന് എക്സൽ കിട്ടുമ്പോഴത്തേക്ക് ചിലപ്പോൾ നിങ്ങൾ ഇതൊന്നും ടൈപ്പ് ചെയ്യില്ല, കാരണം ഇതൊക്കെ നിങ്ങളുടെ മൈൻഡിലുണ്ടാവും. ഈ എമൗണ്ട്സ് മാത്രം ടൈപ്പ് ചെയ്ത് പോയിട്ട് പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യും. അതുമാത്രമല്ല, നമ്മൾ ഹാൻഡിൽ കാൽക്കുലേറ്ററും കൈയും കൊണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനേക്കാളും എന്തുകൊണ്ടും ഇത് കുറച്ചുകൂടെ ആക്യുറേറ്റും ആയിരിക്കും. നമ്മളിപ്പോൾ കാൽക്കുലേറ്ററൊക്കെ നോക്കിയിട്ട് ചിലപ്പോൾ നമ്മൾ അടിക്കുന്ന നമ്പർ തെറ്റാൻ ചാൻസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ കേസസിൽ ഇൻ കേസ് നിങ്ങളിപ്പോൾ ഇൻബിൽഡ് ആയിട്ടുള്ള എക്സൽ തന്നെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, മിസ്റ്റേക്സ് ഒഴിവാക്കാൻ ചാൻസ് ഉണ്ട്. കാരണം ഇപ്പോൾ നമ്മൾ TBS ഒക്കെ എടുക്കുമ്പോൾ ഈ പോയിൻ്റൊക്കെ ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻസിൽ അത് മാറ്റർ ആവത്തില്ല. പക്ഷെ ചില ക്വസ്റ്റ്യൻസിലാണെങ്കിൽ ഈ പോയിൻ്റ് പോലും അത് തെറ്റിപ്പോവുകയാണെങ്കിൽ അത് കമ്പ്യൂട്ടർ ഡിറ്റക്റ്റ് ചെയ്യും. അപ്പം നമുക്ക് അവിടെ നെഗറ്റീവ് മാർക്സ് ഇല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ആ ആൻസർ അവർ തെറ്റായിട്ടായിരിക്കും അല്ലെങ്കിൽ കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ കിട്ടുന്ന എക്സൽ, നമുക്ക് കാൽക്കുലേഷൻ ചെയ്യാൻ വേണ്ടി എക്സൽ ഷീറ്റ് ഉണ്ടാവുമല്ലോ എക്സാമിന്, അത് നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യാൻ നോക്കാം. ഇനി നമുക്ക് നമ്മുടെ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് കാൽക്കുലേഷനിലോട്ട് പോകാം. നമ്മുടെ SLM എമോർട്ടൈസേഷൻ മെത്തേഡിൽ നമുക്കൊരു ചെറിയൊരു ഫോർമുല ഉണ്ട്. അത് ആ എമോർട്ടൈസ് ചെയ്യുന്ന എമൗണ്ട് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ബോണ്ടിൻ്റെ ഫേസ് വാല്യൂ മൈനസ് നെറ്റ് ക്യാരിങ് വാല്യൂ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ ബോണ്ട് ഫേസ് വാല്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് എത്രയാണ്? 10 lakh. അത് മൈനസ് നമ്മുടെ നെറ്റ് ക്യാരിങ് വാല്യൂ. അപ്പോൾ ഇതാണ് നമ്മുടെ കിട്ടുന്നത്. നമ്മുടെ കിട്ടുന്ന ഫോർ 10 periods ഞാൻ ഇവിടെ കൊടുക്കാം, സോ ദാറ്റ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരില്ല. ഫോർ 10 periods നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ എമൗണ്ട് ഡിവൈഡഡ് ബൈ 10. അപ്പോൾ നമ്മൾ 7360.07 ഈ എമൗണ്ട് ആയിരിക്കും നമ്മൾ നമ്മുടെ അമോർട്ടൈസേഷനിൽ നമ്മൾ ടേബിളിൽ നമ്മൾ എൻ്റർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇനി ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് വേണ്ട നമ്മുടെ കോളംസ് ഏതൊക്കെയാണെന്നാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, എല്ലാവരും നല്ല ശ്രദ്ധിച്ച് കേൾക്കാം. ഫസ്റ്റ് കോളം ഒബ്വിയസ്ലി നമുക്ക് ഡേറ്റ് ആണ്. ഓക്കെ, സെക്കൻഡ് കോളം നമുക്ക് വരുന്നത് നെറ്റ് ക്യാരിങ് വാല്യൂ. തേർഡ് കോളം നമുക്ക് വരുന്നത് SLM, സ്ട്രേറ്റ് ലൈൻ. ഒരു കാര്യം ഞാൻ ഫുള്ളായിട്ട് ടൈപ്പ് ചെയ്യും, സ്ട്രേറ്റ് ലൈൻ അമോർട്ടൈസേഷൻ. ഫുൾ ടൈപ്പ് ചെയ്യുന്നില്ല, ജസ്റ്റ് അമോറെന്നങ്ങ് ഇട്ടേക്കും. സ്ട്രേറ്റ് ലൈൻ അമോർട്ടൈസേഷൻ. പിന്നെ നമുക്ക് വരുന്നത് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്. പിന്നെ നമുക്ക് വരുന്നത് ഇൻട്രസ്റ്റ് എക്സ്പെൻസ്. അപ്പോൾ ഈ 5 കോളമാണ് നിങ്ങൾ ഒരിക്കലും മറക്കരുത്. സ്ട്രേറ്റ് ലൈൻ അമോർട്ടൈസേഷൻ മെത്തേഡിൽ നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന ഫസ്റ്റ് കോളം ഡേറ്റ് ആണ്, നെറ്റ് ക്യാരിങ് വാല്യൂ, സ്ട്രേറ്റ് ലൈൻ അമോർട്ടൈസേഷൻ എമൗണ്ട് എന്താണോ, ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് എന്താണോ, ഇൻട്രസ്റ്റ് എക്സ്പെൻസ് എത്രയാണോ. ഓക്കെ, ഇത്ര കാര്യങ്ങൾ നിങ്ങൾ എക്സാമിലും നിങ്ങൾക്ക് യൂസിങ് സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് ഡിറ്റർമൈൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ഒന്ന് ബ്ലൈൻഡായിട്ട് ഇത്രയും സംഭവം കൊണ്ടുപോയിട്ട് നിങ്ങളുടെ എക്സൽ ഷീറ്റിൽ എടുക്കും, നിങ്ങൾ ടൈപ്പ് ചെയ്ത് വയ്ക്കാം. പിന്നെ നിങ്ങൾക്ക് പിന്നെ നിങ്ങൾ എക്സാം ടൈമിൽ നോട്ട് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ബോണ്ട് ഫേസ് വാല്യൂ. നമ്മൾ എത്രയായിരുന്നു ബോണ്ട് ഫേസ് വാല്യൂ? നമുക്ക് 10 lakh, 1 lakh, 10 lakh. ഓക്കെ, 10 lakh. പിന്നെ നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ കൂപ്പൺ എത്രയായിരുന്നു? 10% ആയിരുന്നു, പക്ഷെ നമ്മളത് 5% സെമി ആയതുകൊണ്ട് 5% എടുക്കുള്ളൂ. മാർക്കറ്റ് എത്രയാണ്? മാർക്കറ്റ് വരുന്നത് 6% ആയിരുന്നില്ലേ? അതെ, 6% ആണ്. അപ്പോൾ ഡിസ്കൗണ്ട് അല്ലേ വരുന്നത്. ഓക്കെ, സോ 6%. ഇത്രയും കാര്യങ്ങൾ നിങ്ങളെ എക്സാമിൽ നിങ്ങൾ കണ്ണുമടച്ച് നിങ്ങൾ ആദ്യം അങ്ങ് നോട്ട് ചെയ്തോണം. ഓക്കെ, ഞാനിപ്പോൾ ഇതൊരു ടേബിളാക്കാം നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട്. ഇതാണ് നിങ്ങളുടെ ഹെഡിങ്. ഓക്കെ, ഈ കാര്യം നമുക്കൊരു കാര്യം ചെയ്യാം, കുറച്ചുകൂടെ ഭംഗി കൂട്ടാം. വലിയ ഭംഗിയൊന്നും ഇല്ല, എന്നാലും അഡ്ജസ്റ്റ് ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ ഇതാണ്, ഈ കാര്യങ്ങളും കൂടെ നമുക്ക് വേണം. ഇത്ര കാര്യങ്ങൾ മതി നമുക്കിതിൻ്റെ അമോർട്ടൈസേഷനും മീൻസ് ഇതിൻ്റെ റെക്കോർഡിങ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനായിട്ട്.
നെക്സ്റ്റ് നിങ്ങൾ നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇയർലി ആണോ സെമി ആനുവലി ആണോ ഒരു എക്സാമിൽ ക്വസ്റ്റ്യൻ തന്നേക്കണേന്ന് നോക്കണം. അപ്പം നമ്മുടെ ക്വസ്റ്റ്യനിൽ നമ്മൾ സെമി ആനുവലിയാണ് ചെയ്യണത്. അപ്പം നമ്മുടെ ഡേറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഡേറ്റ് എങ്ങനെ വേണമെങ്കിൽ ടൈപ്പ് ചെയ്യാം കേട്ടോ. നമ്പറായിട്ട് എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾ മന്ത് നമുക്ക് അല്ലാതെ എഴുതാം. ഇപ്പം ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ 2 പേയ്മെൻറ്റ്സാണ് വരുന്നത്. ഒന്ന് ജൂണിലും വരും, ഒന്ന് ജൂലൈയിലും. അതുകൊണ്ട് ഞാൻ ഒന്ന് മെൻഷൻ ചെയ്യാം കേട്ടോ. പേയ്മെൻറ്റ്സ് വരുന്നത് ജൂൺ ആൻഡ് ഡിസംബർ. കാരണം നമ്മൾ ഇത് നോക്കണം. കാരണം എക്സാം ടൈമിൽ 1-2 TBS ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഇതിനും നമുക്ക് മാർക്കുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു 5 ഇയേഴ്സ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കോളം ചിലപ്പോൾ ഒരു കോളമല്ല, ഈ റോസ് ചിലപ്പോൾ ഒരു 20 റോസ് അവർ തന്നിട്ടുണ്ടാവും. നമുക്ക് ക്വസ്റ്റ്യൻ തന്നേക്ക് എന്താണ് 5 വർഷം. നമ്മുടെ ഇയേഴ്സ് എത്രയായിരുന്നു? 5 ഇയേഴ്സാണ്. അതേപോലെ 10 പീരിയഡ്. ഇങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത്. 10 പീരിയഡ് എന്ന് പറയുമ്പോൾ നമുക്ക് 20 റോഡ് ആവശ്യമില്ല, നമുക്ക് 10 റോഡ് ആവശ്യം മതി. അപ്പോൾ നമ്മൾ വെറുതെ എന്താ പറയുക, ചുമ്മാ ഡേറ്റ് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് ആ റോ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ പാടില്ല. 10 റോഡ് ആവശ്യമേ ഉള്ളൂ എങ്കിൽ 10 റോ മാത്രം നിങ്ങൾ ടൈപ്പ് ചെയ്താൽ മതി. ബാക്കി റോസ് നിങ്ങൾ ബ്ലാങ്ക് ആയിട്ട് വിടാം. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എക്സാമിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമുക്കിവിടെ വെറും 10 റോ മതി, ബാക്കി നിങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇനി എങ്ങാനും ഒരു റോ കൂടി പോകുമെന്ന് വല്ല എക്സാമിന് ഡൗട്ട് വരുവാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക, ഇവിടെ ഒരു സീരിയൽ നമ്പർ വെച്ചിട്ട് 1 2 3 4 എന്നിട്ട് 10 നമ്പർ ഇട്ടാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് അത് മാറിപ്പോകത്തില്ല. ഓക്കെ. അപ്പോൾ ഇവിടെ ഞാൻ എഴുതുന്നതെന്ന് വെച്ചാൽ ജൂൺ ഇയർ 1. ഞാനിപ്പോൾ അങ്ങനെ ഇടാം, കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടി കേട്ടോ. ഇയർ 1. സെക്കൻഡ് റോ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഡിസംബർ ഇയർ 1. ഓക്കെ. അപ്പോൾ ഞാനിവിടെ ഡേറ്റ് എല്ലാം കറക്റ്റ് എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ നോർമലി ഇപ്പോൾ എക്സാം ടൈമിലൊക്കെ വരുമ്പോഴേ ഞാൻ ഈ ഡേറ്റ് ഇങ്ങനെ ഞാൻ നോർമലി എഴുതാറില്ല. ഞാനെപ്പോഴും ഈ 1 2 3 4 എന്ന് പറഞ്ഞിട്ട് 10 പീരിയഡ്സിന് നമ്പർ മാത്രമേ ഇടാറുള്ളൂ. അപ്പോൾ മിക്കവാറും ചില സമയത്ത് നമുക്ക് എക്സാമിന് ഇങ്ങനെ ആയിരിക്കും പറയുന്നത്, സെക്കൻഡ് ഇയറിൻ്റെ അമോർട്ടൈസേഷൻ എമൗണ്ട് എത്രയാണ്, അല്ലെങ്കിൽ സെക്കൻഡ് ഇയറിൽ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് എത്രയാണെന്ന് പറയുമ്പോൾ ഞാൻ ഈ 2 നോക്കും. അതേ തേർഡ് ഇയർ എത്രയാണ്, തേർഡ് പേയ്മെൻറ്റിൽ എത്രയാണെന്ന് ചോദിക്കുവാണെങ്കിൽ ഈ 3 വെച്ച് നോക്കും. അല്ലെങ്കിൽ എന്താ പറയുക 7th പേയ്മെൻറ്റിൻ്റെ ഇൻട്രസ്റ്റ് എമൗണ്ട് എത്രയാണ്, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് എക്സ്പെൻസ് എമൗണ്ട് എത്രയാണെന്ന് ചോദിക്കുവാണെങ്കിൽ ഇങ്ങനെ, അല്ലെങ്കിൽ അവർ ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കും. ഇപ്പോൾ എങ്ങനെയാണെങ്കിലും നമുക്ക് എന്താ പറയുക, വെറുതെ നമ്മൾ ഇത്രയും ടൈപ്പ് ചെയ്ത് നമ്മൾ ടൈം കളയുന്നതിനേക്കാളും 1 2 3 4 നമ്മൾ വെച്ചിട്ട് നമ്മൾ താഴെ നമ്മൾ ഡ്രാഗ് ചെയ്യുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത്രയും ടൈം നമുക്ക് സേവ് ചെയ്യാൻ പറ്റുമല്ലോ. അതുകൊണ്ടിട്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ പറഞ്ഞു തരാനുള്ള ഇതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിപ്പോൾ ഈ ഒരു ജൂൺ ഇയർ 1 ഡിസംബർ ഇയർ 1 എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത്ര കാര്യങ്ങൾ, ഈ ഒരു ടേബിൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങളത് നോക്കി വയ്ക്കാം. ഇതേപോലത്തെ ടേബിളാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഡിസ്കൗണ്ട് കാൽക്കുലേഷനിൽ വരുമ്പോൾ എങ്ങനെ ചെയ്യും, പ്രീമിയം കാൽക്കുലേഷനിൽ വരുമ്പോഴത്തേക്ക് എങ്ങനെ ചെയ്യും, SLM മെത്തേഡിൽ. ഇതേപോലെ വേറൊരു ടേബിളുണ്ട്. അത് ചെറിയൊരു ഡിഫറെൻറ്റ് ഫോർമാറ്റാണ്. ആ ഒറ്റ ടേബിൾ പഠിച്ചു വെച്ചാൽ മതി. ആ ടേബിൾ കൊണ്ട് നിങ്ങൾക്ക് ഈ എഫക്റ്റീവ് ഇൻട്രസ്റ്റ് മെത്തേഡിൽ ഡിസ്കൗണ്ട് പ്രോബ്ലംസ് വന്നാൽ ചെയ്യാൻ പറ്റും, പ്രീമിയം പ്രോബ്ലംസ് വന്നാൽ ചെയ്യാൻ പറ്റും. ഓക്കെ. ഈ ചാപ്റ്റർ ആക്ച്വലി കാണുന്ന പോലെ കോംപ്ലിക്കേറ്റഡ് അല്ല, ഭയങ്കര ഈസിയാണ്. ജസ്റ്റ് ഈ ഒരു ടേബിൾ മാത്രം നിങ്ങൾ കോളംസിൽ എന്തൊക്കെ വരും, റോസിൽ എന്തൊക്കെ വരും, ഇത്ര കാര്യങ്ങൾ മാത്രം നിങ്ങൾ നോക്കി വെച്ചിരുന്നാൽ മതി. ഡിസ്കൗണ്ട് പ്രോബ്ലമും ചെയ്യാൻ പറ്റും, പ്രീമിയം പ്രോബ്ലം ചെയ്യാൻ പറ്റും ഈ ഒറ്റ ടേബിൾ കൊണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ എഫക്റ്റീവ് ഇൻട്രസ്റ്റ് മെത്തേഡ് ആണെങ്കിൽ ഇതേ ടേബിൾ, ഇതല്ല, ചെറിയ ഡിഫറൻസ് ഉണ്ട്, ഞാൻ ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. അത് ഒരു ടേബിൾ ഞാൻ പറഞ്ഞുതരും. ആ ടേബിൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് എഫക്റ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ് മെത്തേഡിൻ്റെ ഡിസ്കൗണ്ട് പ്രോബ്ലം ചെയ്യാൻ പറ്റും, പ്രീമിയം ചെയ്യാൻ പറ്റും. ഓക്കെ. നിങ്ങൾ എക്സാമിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ തന്നെ ഇത്രയും ഇൻഫർമേഷൻ തന്നിട്ടുണ്ടോ നിങ്ങൾ നോക്കുക. ആ തന്നേക്കുന്ന ഇൻഫർമേഷൻ സ്പീഡിലങ്ങ് നോട്ട് ചെയ്തങ്ങ് വയ്ക്കുക, ഫോർമുല അപ്ലൈ ചെയ്തങ്ങ് ചെയ്യാം. ഈ ഫോർമുല വെച്ചാൽ ഭയങ്കര സിമ്പിളാണ്, ഞാനതും പറഞ്ഞുതരാം. ഓക്കെ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വരുന്നത് നമ്മുടെ നെറ്റ് ക്യാരിയിങ് വാല്യൂ. നെറ്റ് ക്യാരിയിങ് വാല്യൂ ഒന്നെങ്കിൽ എക്സാമിന് തന്നിട്ടുണ്ടാവും, MCQ ക്വസ്റ്റ്യൻസൊക്കെ മോസ്റ്റ്ലി തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ അതും എന്താ പറയുക, ഭയങ്കര സിമ്പിൾ കാൽക്കുലേഷൻ ആയിരിക്കും, അങ്ങനെ ഭയങ്കര ടഫ് കാൽക്കുലേഷൻ ഒന്നും ആയിരിക്കില്ല. അപ്പോൾ നമ്മൾ ഓൾറെഡി നെറ്റ് ക്യാരിയിങ് വാല്യൂ ഒരു സെക്കൻഡ് ഇവിടെ ടൈപ്പായി പോയി. നെറ്റ് ക്യാരിയിങ് വാല്യൂ ഓൾറെഡി നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഈ എമൗണ്ട് അവിടേക്ക്. അതേപോലെ നെക്സ്റ്റ് നമ്മൾ വരുന്നത് സ്ട്രേറ്റ് ലൈൻ അമോർട്ടൈസേഷൻ എമൗണ്ട്. ആ എമൗണ്ട് ഫോർ 10 പീരിയഡ്സ് നമ്മൾ നോക്കിയായിരുന്നു. ഇപ്പോൾ 1 പീരീഡ് നമുക്ക് വരുന്നത് 7360 ആണ്. ഇത് അങ്ങനെ നമ്മൾ സ്ട്രേറ്റ് ലൈൻ അമോർട്ടൈസേഷൻ എമൗണ്ടിൽ നമ്മൾ കൊടുക്കാം. ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് എന്തായിരുന്നു നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ബോണ്ടിൻ്റെ ഫേസ് വാല്യൂ
ഇൻറ്റു നമ്മുടെ കൂപ്പൺ റേറ്റ്. അതേപോലെ ഇൻട്രസ്റ്റ് എക്സ്പെൻസ് എന്താണ്? നമ്മുടെ SLM പ്ലസ് നമ്മുടെ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്. ഓക്കെ, നിങ്ങൾക്കൊരു ഇനി നമ്മൾ നെക്സ്റ്റ് ഇയറിലെ നെറ്റ് ക്യാരി ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ഇയറിലെ നെറ്റ് ക്യാരിങ് വാല്യൂ പ്ലസ് നമ്മുടെ സ്ട്രേറ്റ് ലൈൻ അമോർട്ടൈസേഷൻ. ഓക്കെ, ഇനി ഇതിൽ ഒരു കാര്യം നിങ്ങൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ ഈ എമൗണ്ട് റിമൈൻസ് കോൺസ്റ്റൻറ്റ്. ഈ സ്ട്രേറ്റ് ലൈൻ അമോർട്ടൈസേഷൻ, ഇൻട്രസ്റ്റ് പേയ്മെൻറ്റും ഇൻട്രസ്റ്റ് എക്സ്പെൻസും എല്ലാ വർഷത്തിലും സെയിം ആണ്. നമ്മൾ ആ നമ്പേഴ്സ് അങ്ങനെ താഴെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്താൽ മതി. എക്സാക്ട് സെയിം നമ്പേഴ്സാണ്. നമ്പേഴ്സിൽ ഒരു വ്യത്യാസവും വരത്തില്ല. നമുക്ക് ഡിഫറൻസ് വരുന്നത് എങ്ങനെ? നമ്മൾ നെറ്റ് ക്യാരിയിങ് വാല്യൂ ഫോർ ദ സെക്കൻഡ് പേയ്മെൻറ്റ്, അതായത് ഡിസംബർ ഇയർ 1 നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ പ്രീവിയസ് ഇയറിൻ്റെ പേയ്മെൻറ്റ് ഉണ്ട്, അതായത് 9,26,399 ഉണ്ടല്ലോ, ആ എമൗണ്ട് പ്ലസ് 7360, അതായത് സ്ട്രേറ്റ് ലൈൻ അമോർട്ടൈസേഷൻ. ലാസ്റ്റ് റോ ഞാൻ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് മീൻസ് ഫൈനൽ നെറ്റ് ക്യാരിങ് വാല്യൂ എന്താണെന്ന് കണ്ടുപിടിക്കണമല്ലോ. അപ്പോൾ ലാസ്റ്റ് നമ്മൾ പിന്നെയും പ്രീവിയസ് പേയ്മെൻറ്റ് പ്ലസ് ഇതും കൂടെ അടിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഫേസ് വാല്യൂയുടെ എമൗണ്ട്, ഞാനിപ്പോൾ അതിൻ്റെ ഡെസിമൽ ഒന്ന് ശരിയാക്കാം. 10 lakh വെച്ചിട്ട് നമുക്കങ്ങ് ഫോർമാറ്റ് ചെയ്ത് വെച്ചേക്കാം. ഇതാണ് നമ്മുടെ SLM ടേബിൾ. ഇത്രയേ ഉള്ളൂ. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായോ എങ്ങനെയാണ് ചെയ്യണേന്ന്? എല്ലാം സെയിമാണ്. നമ്മൾ സ്ട്രേറ്റ് ലൈൻ അമോർട്ടൈസേഷൻ എമൗണ്ട് സെയിമാണ്, ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് സെയിമാണ്, ഇൻട്രസ്റ്റ് എക്സ്പെൻസ് സെയിമാണ്. ഇപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിൽ നമ്മുടെ ടേക്ക് അവേസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മെത്തേഡ് ടേക്ക് അവേസ് നോക്കാം. ഇതൊക്കെ നിങ്ങൾക്ക് നോട്ട്സ് ആയിട്ട് എഴുതാം കേട്ടോ. നമ്മുടെ ടേക്ക് അവേസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്തായിരുന്നു? ക്രിയേറ്റ് ടേബിൾ ക്രിയേറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ എത്ര പീരിയഡ്സ് നമ്മളുണ്ടെന്ന് നോക്കണം. അത് ഞാനൊരു കാര്യം ചെയ്യാം, നെക്സ്റ്റ് റോ ആയിട്ട് ടൈപ്പ് ചെയ്യാം. നമുക്കത് ഒരു അവസാനം ഒരു ടേബിളാക്കി തന്നെ നമുക്ക് എടുക്കാമല്ലോ, ഇൻ കേസ് ഇപ്പോൾ ഞാൻ ഇപ്പോഴേ ഓർഗനൈസ് ചെയ്ത് പോവുകയാണെങ്കിലേ. ഓക്കെ, ക്രിയേറ്റ് ടേബിളിൽ നമ്മൾ എന്തൊക്കെ ചെയ്യും? ഫസ്റ്റ് നമ്മൾ ഹെഡിങ്സ് എഴുതാം. ഓക്കെ, ഹെഡിങ്സ് എഴുതിയതിന് ശേഷം നമ്മൾ ഡേറ്റ് കോളം ഫില്ല് ചെയ്യാം. അതിന് ശേഷം ചെക്ക് ദ പീരിയഡ്സ് അത് മെൻഷൻ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഗിവൺ ഐറ്റംസ് നമ്മൾ മെൻഷൻ ചെയ്യാം. അതായത് നമ്മുടെ ഈ ടേബിൾ കേട്ടോ, ഗിവൺ ഐറ്റംസ് നമ്മൾ മെൻഷൻ ചെയ്ത് ഇടാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഫസ്റ്റ് നമ്മൾ NCV നമ്മൾ നോക്കണം. NCV മോസ്റ്റ്ലി ഗിവൺ ആയിരിക്കും. ഇഫ് നോട്ട് ഗിവൺ നമ്മൾ ബോണ്ട് പാർട്ട് 1 കാൽക്കുലേഷൻ ആണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, എന്നിട്ട് നെറ്റ് ക്യാരിങ് വാല്യൂ കണ്ടുപിടിക്കാം. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, SLM അമോർട്ടൈസേഷൻ എമൗണ്ട് അതെന്തായിരുന്നു? നമ്മുടെ നമ്മുടെ ബോണ്ടിൻ്റെ ഫേസ് വാല്യൂ മൈനസ് നമ്മുടെ NCV. ഓക്കെ, അതാണ് അമോർട്ടൈസേഷൻ എമൗണ്ട്. ഇനി 4th പോയിൻ്റ് എന്ന് വെച്ചാൽ, നമ്മുടെ ടേക്ക് അവേയിൽ വരുന്നത്, നമ്മൾ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്, നമ്മുടെ 50,000 എമൗണ്ട് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് വരുന്നത് എങ്ങനെയാണ്? നമ്മുടെ ബോണ്ട് ഫേസ് വാല്യൂ ഇൻറ്റു സ്റ്റാർ മീൻസ് ഇൻറ്റു കേട്ടോ, ഇൻറ്റു നമ്മുടെ കൂപ്പൺ റേറ്റ്. നെക്സ്റ്റ് നമ്മുടെ ഇൻട്രസ്റ്റ് എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ, നമ്മുടെ NCV പ്ലസ് നമ്മുടെ SLM എമൗണ്ട് തന്നെ വയ്ക്കാം. അതായത് ഈ എമൗണ്ട് നമ്മുടെ SLM അമോർട്ടൈസേഷൻ ഞാൻ പറയുന്നത് ഇപ്പോൾ ഈ എമൗണ്ടിൻ്റെ കാര്യം കേട്ടോ, നമ്മൾ 5360. ഇനി
ഫിഫ്ത്ത് പോയിൻ്റ് ആയിരുന്നു അല്ലേ. ഇനി നമ്മുടെ 6th ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് എന്ന് വെച്ചാൽ നെക്സ്റ്റ് ഇയറിൻ്റെ നെറ്റ് ക്യാരിയിങ് വാല്യൂ എങ്ങനെയാണ് ചെയ്യുന്നത്. പ്രീവിയസ് ഇയർ NCV പ്ലസ് നമ്മുടെ കറണ്ട് ഇയർ അമോർട്ടൈസേഷൻ എമൗണ്ട്. അത് ഞാൻ SLM എമൗണ്ട് തന്നെ എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലാസ്റ്റ് ഏത് എമൗറെന്നും വല്ല ഡൗട്ട് വന്നാലോ. SLM അമോർട്ടൈസേഷൻ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഈ ഒരു 6 പോയിൻ്റ് നിങ്ങൾ പഠിച്ചു വെക്കുകയാണെങ്കിൽ പക്ക എളുപ്പമാണ്. ഓക്കെ, ഇനി ഇതേ സെയിം കാര്യമാണ് ഇപ്പം നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ ഏതായിരുന്നു, നമ്മൾ ഡിസ്കൗണ്ടിൻ്റെ ക്വസ്റ്റ്യൻ. ഞാൻ ഡിസ്കൗണ്ട് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടോ? ഓക്കെ, ഞാൻ ഡിസ്കൗണ്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഏത് കളർ കൊടുക്കാം? ഓക്കെ, ലൈറ്റ് ബ്ലൂ കൊടുത്തു. നമ്മളിവിടെ ചെയ്തത് ഡിസ്കൗണ്ട് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, ഇതേ സെയിം ഇപ്പം ഞാൻ ഇവിടെയും കൂടെ ഡിസ്കൗണ്ട് നേട്ടാം. ഡിസ്കൗണ്ട് ഇതേ സെയിം സ്പെസിഫിക്, നമുക്ക് ജസ്റ്റ് നമ്മുടെ ആ കൂപ്പൺ റേറ്റും മാർക്കറ്റ് റേറ്റും മാത്രം നമുക്ക് ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് പ്രീമിയം കാൽക്കുലേഷനും ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പ്രീമിയം കാൽക്കുലേഷൻ ആട്ടോ. പ്രീമിയം കാൽക്ക് SLM മെത്തേഡ്. ഇതാണ് നമ്മളിനി നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഈ സെയിം ക്വസ്റ്റ്യൻ ഞാൻ താഴോട്ട് കോപ്പി പേസ്റ്റ് ചെയ്യാം കേട്ടോ. കോപ്പി പേസ്റ്റ് ചെയ്തു. ആകെ ഡിഫറൻസ് വരുന്നത് ഇവിടെ ആയിരിക്കും. നമ്മുടെ കൂപ്പൺ റേറ്റ് 10% ആയിരിക്കും. നമുക്ക് നമ്മുടെ മാർക്കറ്റ് റേറ്റ് മാത്രം നമുക്ക് ചേഞ്ച് ചെയ്യാം. ഓക്കെ, ഞാൻ മുകളിലുള്ള സെയിം സാധനം ഇവിടെ നമുക്ക് പേസ്റ്റ് ചെയ്തു. കാരണം നമ്മുടെ എല്ലാം കാൽക്കുലേഷനും എല്ലാം സെയിം ആയിട്ടാണ് വരുന്നത്, പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നും അവിടെ വരുന്നില്ല. ഇനി നിങ്ങൾ ഒരു കാര്യം നോട്ട് ചെയ്യാം. ഇവിടെ ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ക്വസ്റ്റ്യൻ കോപ്പി ചെയ്തുകൊണ്ടാണ് PV of 1% for 6% for 10 pieces. നമുക്ക് പക്ഷേ ഇവിടെ 6% അല്ല, നമുക്ക് 4%ലാണ് വേണ്ടത്. അപ്പോൾ ഞാനവിടെ 4 മാറ്റി കൊടുക്കുകയാണ്. ഇവിടെയും 4%. ഇത് നമുക്ക് ക്വസ്റ്റ്യൻ തന്നെ തന്നിട്ടുണ്ടാവും കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇനിയിപ്പോൾ ഒന്നുകൂടി അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. സോ നമ്മുടെ ബോണ്ട് പാർട്ട് 1 നമ്മൾ ഓൾറെഡി ഈ എമൗണ്ട്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്ന് അവിടെ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാൻ പോവാം. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് കാൽക്കുലേറ്റ് സംഭവം എന്താണ്? നമ്മുടെ ഇപ്പോൾ എമൗണ്ട്സ് ഞാൻ ഓൾറെഡി കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ഇൻട്രസ്റ്റ്. ഓക്കെ, ഇവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നല്ലോ. ഓക്കെ, ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ബോണ്ട് ഫേസ് വാല്യൂ ഇൻറ്റു കൂപ്പൺ. നമ്മുടെ ഫേസ് വാല്യൂ എത്രയാണ്? ഇത് ഇൻറ്റു കൂപ്പൺ റേറ്റ് എത്രയാണ്? 5%. സോ 50,000. നമ്മൾ ലാസ്റ്റ് പ്രോബ്ലമിൽ ചെയ്ത് സെയിം കാൽക്കുലേഷൻ. ഇനി PVF is equal to നമ്മുടെ ഇൻട്രസ്റ്റ് ഇൻറ്റു നമ്മുടെ PVF എമൗണ്ട്. അതേപോലെ നമ്മുടെ PVF എന്ന് പറയുമ്പോഴത്തേക്ക് പ്രിൻസിപ്പളാണ്. ഇറ്റ്സ് ഈക്വൽ ടു നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് ഇൻറ്റു, അതായത് പ്രിൻസിപ്പൽ ബോണ്ട് ഫേസ് വാല്യൂ തന്നെയാണ്. ഇൻട്രസ്റ്റ് എമൗണ്ട് നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് ഇൻറ്റു ഇത്. ഓക്കെ, സോ നമ്മുടെ നെറ്റ് ക്യാരിയിങ് വാല്യൂ ഈസ് ഈക്വൽ ടു ഇവിടെ ഈ എമൗണ്ട് പ്ലസ് ഈ എമൗണ്ട്. ഓക്കെ, വീണ്ടും നമ്മൾ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഈ എമൗണ്ട് കിട്ടും. ഇനി നമ്മുടെ അടുത്ത കാൽക്കുലേഷൻ വരുന്നത് എന്താണ്? SLM. ഓക്കെ, അത് മുകളിൽ ഉള്ള പോലെ തന്നെ ഞാൻ ചെയ്യാം. പിന്നെ നമുക്കത് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. SLM അമോർട്ടൈസേഷൻ അങ്ങനെ തന്നെ ഞാൻ താഴെ ടൈപ്പ് ചെയ്യാം. അപ്പോൾ ആർക്കും കൺഫ്യൂഷൻ വരില്ല. ഞാൻ പിന്നെ ഇത് ഒരു PDF എന്തെങ്കിലും ആക്കിയിട്ട് ഞാൻ വീഡിയോൻ്റെ അവസാനമായിട്ട് നമുക്ക് ഇടാം കേട്ടോ. ഇനി നമ്മുടെ SLM അമോർട്ടൈസേഷൻ LM അമോർട്ടൈസേഷൻ എമൗണ്ട് എന്ന് പറയുമ്പോൾ
നെറ്റ് ക്യാരിങ് വാല്യൂ മൈനസ് നമ്മുടെ ബോണ്ടിൻ്റെ ഫേസ് വാല്യൂ. അതായത് ഇപ്പം നമ്മുടെ ഇവിടുത്തെ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഈക്വൽ ടു നമ്മുടെ നെറ്റ് ക്യാരിങ് വാല്യൂ മൈനസ് നമ്മുടെ ബോണ്ടിൻ്റെ ഫേസ് വാല്യൂ. ഇവിടെ 10 lakh. അപ്പോൾ ഇതാണ്. ഇതിപ്പോൾ നമുക്ക് ഫോർ ഓൾ പീരിയഡാണ് നമുക്ക് വേണ്ടത്. ഫോർ 10 പീരിയഡ് ഞാനിവിടെ ഫോർ 10 പീരിയഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈക്വൽ ടു ഈ എമൗണ്ട് ഡിവൈഡഡ് ബൈ 10. അപ്പോൾ ഇതാണ് നമ്മുടെ SLM അമോർട്ടൈസേഷൻ എമൗണ്ട്. ഇത്രയും മനസ്സിലായി കാണുമല്ലോ എല്ലാവർക്കും. ഇനി നമ്മൾ ചെയ്യേണ്ട എന്താ, നമ്മുടെ പഴയ ടേബിൾ അതുപോലെ അങ്ങ് കോപ്പി പേസ്റ്റ് ചെയ്യാൻ പറഞ്ഞല്ലോ. ഒരു വ്യത്യാസമില്ല. നമ്മൾ റോസ് കോളേഴ്സിൽ ഒന്നിനും ഒരു വ്യത്യാസമില്ല. ഞാനിവിടെ കോപ്പി പേസ്റ്റ് ചെയ്തു. ഈ കാര്യങ്ങൾ നമുക്ക് ഡിലീറ്റ് ചെയ്യാം കേട്ടോ. നമുക്കത് ആവശ്യമില്ല. ഡിലീറ്റ് 1 സെക്കൻഡ് ഡിലീറ്റ് ചെയ്തു. ഇനി നമുക്ക് വേണ്ട കാര്യം ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ നമ്മുടെ കഴിഞ്ഞ ക്വസ്റ്റ്യന് നമ്മളിവിടെ ഈ ഒരു കോളം ഇല്ലേ, ഇതും കൂടെ Ctrl+C ആൻഡ് Ctrl+V. ഇവിടെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. നമ്മുടെ മാർക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് 4%. പേയ്മെൻറ്റ് ട്വൈസ് ആണ്, ജൂണിലും ഡിസംബറിലും. ഇയർ എന്ന് പറയുമ്പോഴത്തേക്ക് 5 years ആണ്. നമുക്ക് 10 periods ഉണ്ട്. അതുകൊണ്ട് നമുക്ക് 10 rows വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ നെറ്റ് ക്യാരിയിങ് വാല്യൂ എന്തായിരിക്കും? ഈ എമൗണ്ടാണ്. നമ്മുടെ സ്ട്രേറ്റ് ലൈൻ അമോർട്ടൈസേഷൻ എമൗണ്ട് എന്താണ്? ഈ എമൗണ്ടാണ്. നമ്മുടെ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് എന്താണ്? നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ചെയ്ത സെയിം കാര്യം, ഈക്വൽ ടു ബോണ്ട് ഫേസ് വാല്യൂ ഇൻറ്റു നമ്മുടെ കൂപ്പൺ. ഈ എമൗണ്ടാണ് നമ്മളിതേ ഇവിടെ കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത്. ബോണ്ട് ഫേസ് വാല്യൂ ഇൻറ്റു കൂപ്പൺ, അതാണ് നമ്മളിവിടെ ചെയ്തത്. നമ്മുടെ ഇൻട്രസ്റ്റ് എക്സ്പെൻസ് എത്രയാണ്? നമ്മുടെ അമോർട്ടൈസേഷൻ എമൗണ്ട് ഇല്ലേ, ഇങ്ങനെ ചെയ്യാം. നമുക്ക് നെഗറ്റീവ് ഫിഗർ ഇതാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മുടെ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് മൈനസ് സ്ട്രേറ്റ് ലൈൻ അമോർട്ടൈസേഷൻ. അപ്പോൾ എല്ലാവർക്കും കാര്യം പിടികിട്ടിയോ? കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമ്മൾ എന്താണ് ചെയ്തത്? സ്ട്രേറ്റ് ലൈൻ അമോർട്ടൈസേഷൻ മെത്തേഡും ഇൻട്രസ്റ്റ് പേയ്മെൻറ്റും കൂടെ നമ്മൾ ആഡ് ചെയ്തു. ഈ ക്വസ്റ്റ്യനിൽ നമ്മളത് അങ്ങനെ മൈനസ് ചെയ്യും. മൈനസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പ്രീമിയം ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ്. ഇനി ഈ ക്വസ്റ്റ്യനിൽ നമ്മളിനിയിപ്പോൾ സെക്കൻഡ് ഇയറിലെ നെറ്റ് ക്യാരിയിങ് വാല്യൂ നമ്മളെങ്ങനെയായിരിക്കും കണ്ടുപിടിക്കുക? നമ്മുടെ ഈ എമൗണ്ട് മൈനസ് നമ്മുടെ സ്ട്രേറ്റ് ലൈൻ അമോർട്ടൈസേഷൻ. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമ്മളിവിടെ ആഡ് ചെയ്തു, ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ മൈനസ് ചെയ്യുന്നു. ഇത് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പോലെ തന്നെ ഈ 3 കോളവും സെയിമാണ്, ഒരു ഡിഫറൻസും ഇല്ല. അപ്പം ഞാൻ ഇവിടെ ഓൾറെഡി ഇപ്പോൾ ഫോർമുല വന്നേക്കുന്നതുകൊണ്ടേ ഞാനൊന്ന് മാനുവലി ടൈപ്പ് ചെയ്യാം. ഫോർമുല അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ എക്സലിൽ അത്ര അടിപൊളി ആളൊന്നും അല്ല, അറിയാവുന്ന കാര്യങ്ങൾ കൊണ്ട് തട്ടി. ഇടയ്ക്ക് വെച്ചിട്ട് എൻ്റെ ഫോണൊന്ന് ചാർജ് തീർന്ന് ഓഫായി പോയായിരുന്നു. അപ്പോഴത്തേക്ക് ഞാൻ അതൊന്ന് കുത്തി വെച്ചിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇവിടെ പറയേണ്ട ആവശ്യമില്ല, എന്നാലും പറഞ്ഞു തന്നേ ഉള്ളൂ. ഓക്കെ, എന്നിട്ട് ഇപ്പോൾ നെക്സ്റ്റ് ഇയറിൽ നെറ്റ് ക്യാരിയിങ് വാല്യൂ എന്ന് പറയുമ്പോൾ പ്രീവിയസ് ഇയറിലെ എമൗണ്ട് മൈനസ് നമ്മുടെ അമോർട്ടൈസേഷൻ. ഇത് തന്നെ നമ്മൾ താഴെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്താൽ മതി. ഡ്രാഗ് ചെയ്യുമ്പോഴത്തേക്ക് ഈ എൻ്റെ എമൗണ്ടിൽ വ്യത്യാസം വരും കേട്ടോ. അത് നമ്മൾ മാനുവലി ചെയ്യണം, എന്നാലേ ശരിയാവത്തുള്ളൂ. ദാറ്റ് ഈസ് ഈക്വൽ ടു പ്രീവിയസ് എമൗണ്ട് നെറ്റ് ക്യാരിയിങ് വാല്യൂ മൈനസ് ഈ എമൗണ്ട്. പുതിയ റൗണ്ട് ഓഫ് ചെയ്ത് ഇങ്ങനെ വന്നിട്ടുണ്ട്. അതായത് +1 പറയുമ്പോൾ നമുക്ക് 10 lakh അവിടെ കിട്ടും. ഇതിപ്പോൾ പോയിൻറ്റിൻ്റെ ഒക്കെ വരുന്നതുകൊണ്ടാണ് ഈ ഒരു ഡിഫറൻസ് അവിടെ വന്നേക്കുന്നത്. ഒരു മിനിറ്റ് ഞാൻ നോക്കട്ടെ. ഈ 0.9 നമ്മൾ മാറ്റുവാണെങ്കിൽ ചിലപ്പോൾ ഇതിൽ ബി ഡിഫറൻസ് ചെയ്യാം. കണ്ടോ, $10 lakh ദർ ഇസ് സം പോയിൻറ്റ് ഡിഫറൻസ്. അത് നിങ്ങൾ കാര്യമാക്കേണ്ട ആവശ്യമില്ല. അത് നമ്മൾ കമ്പ്യൂട്ടറിൽ ചെയ്യുമ്പോഴത്തേക്ക് വാട്ട് എവർ ദ ആൻസർ കംസ് നമുക്കത് എടുക്കാം. ദർ ഇസ് നോ ഇഷ്യൂസ് ഇൻ ദാറ്റ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ.
അപ്പോൾ നിങ്ങൾക്ക് ഇത് രണ്ടും മനസ്സിലാക്കാണ്. അപ്പോൾ ഇവിടെയും കൂടെ ഞാൻ നമ്മുടെ ടേക്ക് അവേസ് നിങ്ങൾക്ക് എഴുതിത്തരാം. സെയിം സംഭവങ്ങളാണ്, ചെറിയ വ്യത്യാസം മാത്രം അവിടെ ഇവിടെയും വരുന്നുള്ളൂ. കഴിഞ്ഞ ക്വസ്റ്റ്യൻ ഞാൻ ചെയ്ത സമയത്ത് ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഞാൻ ഒരു പോയിന്റിൽ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ കറക്റ്റ് ചെയ്തിട്ടുള്ള സംഭവമായിരിക്കും. നിങ്ങൾക്ക് ലാസ്റ്റ് PDF ആയിട്ടോ അല്ലെങ്കിൽ പിക്ചറായിട്ടോ വല്ലതും ഞാൻ ഈ വീഡിയോൻ്റെ അവസാനം ഞാൻ ആഡ് ചെയ്യാം. അതേപോലെ വീഡിയോ പ്ലേ ചെയ്യുന്ന സമയത്ത് ആ മിസ്റ്റേക്ക് ഞാൻ എന്താ പറയുക, ഒരു പോപ്പപ്പ് പോലെ ടെക്സ്റ്റ് ബോക്സ് പോലെ ഞാൻ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മുടെ SLM മെത്തേഡിൻ്റെ ഇവിടെ ഞാൻ പ്രീമിയം എന്നും കൂടെ വെച്ചേക്കാം. ഈ നോട്ട്സ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം കേട്ടോ. നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ മാത്രമേ നിങ്ങൾക്കിത് എളുപ്പം ഉണ്ടാകത്തുള്ളൂ. അതേപോലെ ഞാൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന നോട്ടും കൂടെ ഞാൻ ഇപ്പോൾ ഷെയർ ചെയ്യുന്നില്ല. നമ്മുടെ നെക്സ്റ്റ് നമ്മൾ ചെയ്യുമല്ലോ എഫക്റ്റീവ് ഇൻട്രസ്റ്റ് മെത്തേഡ്, അതും കൂടെ കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് അത് ചെയ്യാം. അത് ഞാൻ നിങ്ങൾക്ക് ആ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യാം. അതിൻ്റെ റീസൺ എന്താ നിങ്ങൾക്ക് ഞാൻ അപ്പം പറഞ്ഞുതരാം. എഫക്റ്റീവ് ഇൻട്രസ്റ്റ് റേറ്റും കൂടെ കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം. കാരണം ഞാനിത് പഠിച്ച സമയത്ത് ഞാൻ ഈ SLMഉം എഫക്റ്റീവ് ഇൻട്രസ്റ്റ് റേറ്റും ഒരുമിച്ചാണ് ഞാൻ പഠിച്ചത്. കാരണം എനിക്കതാണ് കുറച്ചുകൂടെ ഈസി ആയിട്ട് തോന്നിയത്. അതുകൊണ്ട് എൻ്റെ നോട്ട്സ് ഞാൻ എഫക്റ്റീവ് ഇൻട്രസ്റ്റ് റേറ്റും കൂടെ പഠിച്ചതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. ഓക്കെ, തൽക്കാലം നിങ്ങൾ ഇങ്ങനെ നോട്ട് പ്രിപ്പയർ ചെയ്തേക്കുക. അപ്പോൾ നമ്മുടെ ഡിഫറൻസ് വരുന്ന എന്താ? ഓക്കെ, നമുക്ക് ഫസ്റ്റ് പോയിൻ്റ് തൊട്ട് നോക്കാം. അതാണ് കുറച്ചുകൂടി എളുപ്പം. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താ? വി ഹാവ് ടു ക്രിയേറ്റ് ദ ടേബിൾ. അപ്പോൾ അതിൻ്റെ ഹെഡിങ്, നമ്മുടെ ടേബിളിൻ്റെ ഹെഡിങ്, അതേപോലെ അതിൻ്റെ റോസ് എന്തൊക്കെയാണ് സംഭവം എന്നൊക്കെ കറക്റ്റ് നോക്കുക. എത്ര പീരിയഡ് ഉണ്ടെന്ന് നോക്കണം. പിന്നെ നമ്മൾ ഗിവൺ ഐറ്റംസൊക്കെ ഇതുപോലെ സൈഡിൽ നമ്മൾ ഇങ്ങനെ നോട്ട് ചെയ്ത് വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫസ്റ്റ് തുടങ്ങാം. നമ്മൾ നെറ്റ് ക്യാരിങ് വാല്യൂ ഒന്നെങ്കിൽ അത് കൊടുത്തിട്ടുണ്ടാവും. ഇൻ കേസ് കൊടുത്തിട്ടില്ല എങ്കിൽ നമ്മൾ മുകളിൽ ചെയ്ത ആ കാൽക്കുലേഷന് നമ്മൾ ചെയ്ത് കണ്ടുപിടിക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടുപിടിച്ച എമൗണ്ട് നമ്മളിവിടെ പേസ്റ്റ് ചെയ്യും. അത് കഴിഞ്ഞ് നമുക്ക് SLM അമോർട്ടൈസേഷൻ എമൗണ്ട്, അതും നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. സോ ആ എമൗണ്ടും കൂടെ എഴുതാം. ഇനി ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് എന്താണ്? അത് നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റിൽ നമ്മൾ ബോണ്ട് ഫേസ് വാല്യൂ ഇൻറ്റു കൂപ്പണാണ് വരുന്നത്. അതെ, നമ്മുടെ ഇൻട്രസ്റ്റ് എക്സ്പെൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് മൈനസ് നമ്മുടെ SLM അമോർട്ടൈസേഷൻ എമൗണ്ടാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. പ്രീവിയസ് ഇയർ മൈനസ് കറണ്ട് ഇയറിൻ്റെ SLM അമോർട്ടൈസേഷൻ, ഇത്രയേ ഉള്ളൂ. അങ്ങനെ നമ്മൾ നമ്മുടെ സ്ട്രേറ്റ് ലൈൻ മെത്തേഡിൻ്റെ ഡിസ്കൗണ്ട് കാൽക്കുലേഷനും അതേപോലെ പ്രീമിയം കാൽക്കുലേഷനും നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ ഓൾറെഡി ഇത്തിരി ലെങ്തി ആയതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് ഈ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാണ്. ഇതിൻ്റെ ജേർണൽ എൻട്രീസ് എല്ലാം നമുക്ക് ലേറ്റർ ഓൺ നമ്മുടെ കമ്മിങ് വീഡിയോസിലൊക്കെ ഞാൻ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു എവറി വൺ, താങ്ക്സ് ഫോർ വാച്ചിങ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ഇട്ടിരുന്നാൽ മതി, ഞാനത് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച്.